ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ബാപ്പുവിന്റെ ഒരു പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ ഏകദേശം കുറേ മാസങ്ങളായിട്ട് പലതരം വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നഴ്സിങ്ങിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടും കോളേജ് ബ്ലോഗ്സ് അങ്ങനെ ഓൾ ഓവർ. അപ്പോൾ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഏതാണ് നല്ല കോളേജ്, എല്ലാവിധ അംഗീകാരമുള്ള, ഏറ്റവും കുറഞ്ഞ ഫീസുള്ള, പ്ലേസ്മെന്റ്സ് ഉള്ള, അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള അങ്ങനെ കോളേജസും കാര്യങ്ങളും കേരളത്തിന്റെ പല ഭാഗത്തും പ്ലസ് ടു സ്റ്റുഡൻസ് അതുപോലെ തന്നെ പാരന്റ്സും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ നഴ്സിങ്ങിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടും വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. പ്ലസ് ടുവില് ബയോസയൻസ് എടുത്ത് പഠിച്ച് നഴ്സിംഗ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം, സ്കെയിലപ്പ് ആണെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ്. കേരളത്തിൽ എങ്ങനെയാണ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുക? കേരളത്തിൽ LBS പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് BS നഴ്സിംഗ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുക. കേരളത്തിൽ ഏകദേശം 8,000 തൊട്ട് 9,000 സീറ്റ്സ് ആണ് ടോട്ടൽ ഓൾ ഓവർ കേരളത്തിൽ BS നഴ്സിംഗിനായിട്ടുള്ളത്. ഏകദേശം പ്ലസ് ടുവിൽ 5 ലക്ഷം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷം വിദ്യാർത്ഥികൾ LBS വഴി അലോട്ട്മെന്റ് കാര്യങ്ങൾ BS നഴ്സിംഗിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സീറ്റ്സ് വളരെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 98-99% വിദ്യാർത്ഥികൾ മാത്രമാണ് BS നഴ്സിംഗ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രയോറിറ്റി വളരെ കൂടുതലാണ് സീറ്റ്സ് കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാവുന്നതാണ്. അപ്പോൾ കർണാടക നമ്മൾ നോക്കുകയാണെങ്കിൽ KCET എക്സാം, കർണാടക കോമൺ എൻട്രൻസ് എക്സാം കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സീറ്റ്സ് കാര്യം കിട്ടുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ പറഞ്ഞാൽ തമിഴ്നാട് നോക്കുകയാണെന്നുള്ളതാണ്. അതായത് അവിടെ നിങ്ങൾക്ക് എൻട്രൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് മാനേജ്മെന്റ് സീറ്റ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റ്സ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെയധികം പാടാണ്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ തമിഴ്നാട് പോയി പഠിക്കുമ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അഫിലിയേഷൻ, കോളേജിന്റെ അംഗീകാരം, INC, TNMC, ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള അഫിലിയേഷന് പുറമെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, നിങ്ങളുടെ കോളേജിൽ മുമ്പ് പഠിക്കുന്ന കേരള സ്റ്റുഡൻസ് ഉണ്ടോ, ഫാക്കൽറ്റിയുടെ യോഗ്യത, ഫീസ്, കോളേജിന്റെ ലൊക്കേഷൻ, എസ്റ്റാബ്ലിഷ് ഇയർ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, പ്ലേസ്മെന്റ് റെക്കോർഡ്, ട്രാൻസ്പോർട്ടേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു കോളേജ് വിസിറ്റ് ചെയ്ത് എല്ലാവിധ കാര്യങ്ങൾ ഓൾ ഓവർ അനലൈസ് ചെയ്തിട്ട് മാത്രം ചെയ്യാം നിങ്ങളൊരു കോളേജ് അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ഒരു മെന്റാലിറ്റിയാണ്, മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അതുപോലെ സർട്ടിഫിക്കറ്റ് വാല്യൂ, സാലറി കൂടുതൽ, അതുപോലെ തന്നെ എക്സ്പോഷർ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ കൂടുതൽ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം. ആക്ച്വലി തമിഴ്നാട്ടിൽ നമുക്ക് ഏകദേശം 300ഓളം കോളേജസ് അവൈലബിൾ ആണ്. അതിൽ ഏകദേശം 8 ലക്ഷം തൊട്ട് 18 ലക്ഷം വരെ 20 ലക്ഷം വരെ പാക്കേജസ് ഇപ്പം പറഞ്ഞ പോലെ BS നഴ്സിംഗിനായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു 8 ലക്ഷം കൊടുത്ത് പഠിച്ചാലും 16 ലക്ഷം കൊടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റും സെയിം ആണ്, സാലറി സെയിം ആണ്. തമിഴ്നാട്ടിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിന്റെ ആണ് പറഞ്ഞത് ഏകദേശം BS നഴ്സിംഗ് ടോട്ടൽ 5 വർഷമാണ് ഡ്യൂറേഷൻ വരിക. അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് നമുക്ക് കമ്പൽസറി ആണ്. യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി അണ്ടറിൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിളിൽ നോക്കി റിവ്യൂസ് കാര്യങ്ങൾ നോക്കി INC ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടും ഫീസ് കാര്യങ്ങൾ എടുത്ത് നോക്കിയിട്ട് കോളേജ് നിക്ഷേപിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ കോളേജിലും INC എന്ന് പറയുന്ന അഫിലിയേഷൻ എല്ലാ കൊല്ലം ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ കോളേജിന്റെ ക്ലിനിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ INC കാര്യങ്ങൾ പെൻഡിങ് ആവും. അതായത് ഓരോ വർഷം INC അപ്ഡേറ്റ് ആവുന്ന ടൈമിൽ ചില കോളേജുകൾ പെൻഡിങ് ആവാറുണ്ട്. അപ്പൊ നിങ്ങളൊരു കോളേജ് ഗൂഗിൾ നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ അവിടെ INC കാര്യങ്ങൾ കാണിക്കും, പക്ഷെ അപ്ലിക്കേഷൻ നമ്മൾ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും INC പെൻഡിങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗൂഗിളിൽ കിട്ടുന്ന ഡാറ്റാസ് മാത്രം നോക്കി കോളേജ് സീറ്റ് കാര്യങ്ങൾ എടുക്കരുത്. എന്ത് ചെയ്യണം, ഞാൻ പറയുന്ന ഓരോ കോളേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കോളേജിൽ പോയി വിസിറ്റ് ചെയ്ത് നോക്കി INCന്റെ പേപ്പർ ഉണ്ടോ, TNMCന്റെ പേപ്പർ ഉണ്ടോ, ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി അണ്ടറിലാണോ, എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് പേപ്പേഴ്സ് കാര്യങ്ങൾ ചോദിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം ചെയ്യാം അഡ്മിഷൻ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഓരോ കോളേജിനെ പറ്റിയും ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമ്മൾ ഓരോ കോളേജിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ഓരോ കോളേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാവിധ കാര്യങ്ങളും അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക സീറ്റ്സ് കാര്യങ്ങൾ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾ അല്ലെങ്കിൽ INC നിലവിലെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ,
ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ എല്ലാവിധ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിന് പറ്റിയിട്ടോ, ഞാൻ പറയുന്ന കോളേജിലാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും കോളേജിന് പറ്റിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജ് ലിസ്റ്റ് കാര്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അഫിലിയേഷൻ ബേസ് ചെയ്തിട്ട് അതുപോലെ ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള കേരള സ്റ്റുഡൻസ് പഠിക്കുന്നത് നമ്മളവിടെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഓവർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കിയാലോ ഏതെല്ലാമാണ് ബെസ്റ്റ് കോളേജ് ഇൻ തമിഴ്നാട് എന്ന്. നമ്പർ 21 SKS കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നെയ്ക്കരപ്പട്ടി, സേലം, തമിഴ്നാട്. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. SKS ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 20 പാവൈ കോളേജ് ഓഫ് നഴ്സിംഗ്, നമക്കൽ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പുലിയമ്പട്ടി സർവീസ് റോഡ്, പുതുചത്രം. 2016 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏകദേശം BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് ഇവിടെ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ പാവി ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 90 മഹാറാണി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ തെക്കല്ലൂർ, നഞ്ചിയപ്പളയം, തമിഴ്നാട്. 2009 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 50 സീറ്റാണുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ തിരുപ്പൂർ, ഗവൺമെന്റ് രാജാജി ഹോസ്പിറ്റൽ മധുരൈ തുടങ്ങിയ ഹോസ്പിറ്റലിലൊക്കെ ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 80 സുരഭി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പെരിയാക്കാരം, ദിണ്ടുക്കൽ, തമിഴ്നാട്. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ, ജെം ഹോസ്പിറ്റൽ, കുമരൻ ഹോസ്പിറ്റൽ ഇവിടെയൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 70 സാറ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പഴനി മെയിൻ റോഡ്, മനക്കടവ്, ധാരാപുരം. 1995 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി 50 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. BSc നഴ്സിംഗ്, GNM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ GM, KMCS, സേലം ഗവൺമെന്റ് ഹെഡ്ക്വാർട്ടേഴ്സിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലുമാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 60 അരവിന്ദ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ KK നഗർ, ഏലൈ, കലമ്പേട്, മേട്ടുപട്ടി, നമക്കൽ. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 50 സീറ്റാണ് ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ അരവിന്ദ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 15 PGP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമക്കൽ, കരൂർ റോഡ്, തമിഴ്നാട്. 2010 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ നമക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആനുവൽ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ ഉള്ളത്. നമ്പർ 40 എക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സേലം മെയിൻ റോഡ്, ശങ്കേരി ബസ്, കൊമാരപ്പാളയം. 2021 കോളേജിൽ BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 60 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കൊമാരപ്പാളയം മെഡിക്കൽ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, GNM, ANM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 30 NPR കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പുന്നപ്പട്ടി, ദിണ്ടുക്കൽ, തമിഴ്നാട്. 2021 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 60 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ NPR ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 12 വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ശങ്കേരി മെയിൻ റോഡ്, സേലം. 1981 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏകദേശം 100 സീറ്റാണ് BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കിരുപ്പണ്ട പെരിയാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ, സേലം. ആരുപടയ വീട് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലൊക്കെയാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 11 സെൻകുന്ദർ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കുമാരമംഗലം, തിരുച്ചെങ്ങോട്, നമക്കൽ. 2022 BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സേലത്താണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 10 SPC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹാരൂർ മെയിൻ റോഡ്, സേലം. 2013 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി 50 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സേലം പോളിക്ലിനിക് ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 9 അന്നൈ JKK സമ്പൂർണ്ണ അമൽ കോളേജ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വളയക്കാരനൂർ, കൊമാരപ്പാളയം. 1971 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഈറോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ശ്രീ ചിത്ര ഹോസ്പിറ്റൽ, ചൈൽഡ് ട്രസ്റ്റ് ചെന്നൈ, നിഹാംസ് ബാംഗ്ലൂർ ഇവിടെയൊക്കെയാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 8 ശ്രീ ഷൺഗ കോളേജ് ഓഫ് നഴ്സിംഗ് ഫോർ വുമൺ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ശങ്കേരി, തിരുച്ചെങ്കോട്, പുള്ളിപ്പാളയം, ഈറോഡ്. 2018 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മാറ്റി മെഡിക്കൽ സെന്റർ ആൻഡ് ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം
കൊടുക്കുന്നത്. നമ്പർ 7 വിവേകാനന്ദ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ എളിയം പളയം തിരിച്ചങ്ങോട്. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ വിവേകാനന്ദ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BS നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ GNM, ANM, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc ഇത് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 6 ദീപ്തി കോളേജ് ഓഫ് നഴ്സിംഗ് നമക്കൽ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചീറ്റത്തലകി, തമിഴ്നാട്. 1998 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ദീപ്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാരുതി ഹോസ്പിറ്റൽ, സബരി ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ഇവിടെ ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BS നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ GNM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 5 ധൻവന്തരി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പല്ലക്കപ്പളയം, തമിഴ്നാട്. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ധൻവന്തരി ക്രിട്ടിക്കൽ കെയർ സെന്റർ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BS നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, PhD തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 4 ശ്രീ ഗോകുലം കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ശങ്കേരി മെയിൻ റോഡ്, നെയ്ക്കാരപ്പറ്റി, പെരികലം, ഉത്തമ സോലപുരം. 2001 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീ ഗോകുലം ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. BS നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 3 ശ്രീകൃഷ്ണ നഴ്സിംഗ് കോളേജ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കങ്കനയൂർ, പന്നപ്പറ്റി, തമിഴ്നാട്. 2014 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 50 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സായി കൃഷ്ണ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 2 വിനായക മിഷൻ അന്നപൂർണ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിന്നസിരകപ്പടി, സേലം. 1991 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ വിനായക മിഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 1 വെല്ലലാർ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മാരുതി നഗർ, റോഡ്, ഈറോഡ്. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 50 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ CK ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, സുധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആത്മ സൈക്കാട്രിക് ഹോസ്പിറ്റൽ ഇവിടെയൊക്കെയാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. ഇതെല്ലാമാണ് തമിഴ്നാട്ടിലെ ബെസ്റ്റ് കോളേജ്. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായി സംശയങ്ങളോ കോളേജ് സംബന്ധമായി സംശയങ്ങളോ ഏതൊരു കോളേജിനെ പറ്റിയിട്ടോ ഏതൊരു എക്സാംസിനെ പറ്റിയിട്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കോളേജിന്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ ചെയ്യാം, കമന്റ് ചെയ്യാം. അല്ലാതെ എനിക്ക് താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.